നല്ല പഴുത്ത ഓറഞ്ച് കിട്ടിയപ്പോൾ പിന്നെ ഒന്നും തന്നെ നോക്കിയില്ല, ഒരു ഓറഞ്ച് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാവേ. ചെറുതാക്കി ബോൺലെസ് പീസിലേക്ക് കുരുമുളക്, ഉപ്പ്, കോൺഫ്ലവർ, സോയ സോസ്, മുട്ട, ഒരല്പം വെള്ളം ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാവേ. നമുക്ക് ഇനി ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കുറച്ച് നേരം മാറ്റി വയ്ക്കാവേ. എന്നിട്ട് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമ്മൾ ഓയിലിൽ 2 വട്ടം പൊരിച്ചെടുക്കുന്നുണ്ട്. ചിക്കന് കുറച്ചും കൂടെ നല്ല ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 2 വട്ടം ഈ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത്. ഞാൻ ചിക്കൻ പൊരിക്കാനെടുത്ത പാത്രം കുറച്ചൊന്ന് ചെറുതായിപ്പോയേ, അതുകൊണ്ട് ഞാൻ 2-3 ബാച്ചസ് ആയിട്ടാണ് പൊരിച്ചെടുത്തത്. ദേ ഇനിയാണ് നമ്മൾ താരം വരുന്നത് കേട്ടോ, നല്ല മധുരമുള്ള ഓറഞ്ച്. അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ഓറഞ്ച് ജ്യൂസും അതിൻ്റെ കുറച്ച് തൊലിയും കൂടെ ആവശ്യമുണ്ട്. ശേഷം ഒരു പാനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഈ സെയിം ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സെയിം ഓയിലിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. ശേഷം നമ്മൾ ജ്യൂസ് വെച്ചിട്ട് ടൊമാറ്റോ സോസും സോയ സോസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ശേഷം ഈ ഒരു സോസിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരല്പം വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ കൂടി ആഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഓറഞ്ചിൻ്റെ ഫ്ലേവറിലുള്ള ചെറിയ മധുരവും എരിയും പുളിയും ഒക്കെ ഉള്ള നമ്മൾ ഓറഞ്ച് ചിക്കൻ റെഡിയായി. ചെറിയ മക്കളുള്ളവർ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.